ഫസ്റ്റ് വൺ ഇക്വലൻ്റ് വൺ ബോഡി പ്രോബ്ലം. ഇക്വലൻ്റ് വൺ ബോഡി പ്രോബ്ലം അത് എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വിവരണം തരാം. നമ്മൾ ഒരു രണ്ടോ വൺ ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത്, വൺ ബോഡിയുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ വൺ ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ വൺ ബോഡിയിൽ കൂടുതലുള്ള ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുക. വൺ ബോഡിയിൽ കൂടുതലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഹയർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു 2 ബോഡി പ്രോബ്ലത്തിനെ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2 ബോഡീസ് ഉള്ള ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. ഇക്വേഷൻ എഴുതുമ്പോൾ, അതായത് ഫോഴ്സ് ഇക്വേഷൻ എഴുതും. ഫോഴ്സ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 2 ബോഡി പാർട്ടിക്കിളിൻ്റെ പ്രോബ്ലം നമ്മൾ ഇക്വേഷൻ എഴുതി വരുമ്പോഴത്തേക്കിന് ഇറ്റ് റെഡ്യൂസസ് ടു എ വൺ ബോഡി പ്രോബ്ലം. അതായത് ഒരു 2 ബോഡി പ്രോബ്ലം ഉള്ള കേസസിനെ നമ്മൾക്ക് ഒരു 1 ബോഡി ഉള്ള ഒരു പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യാം, പ്രൊവൈഡഡ് ദ മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇറ്റ്സ് റെഡ്യൂസ്ഡ് മാസിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. അതാണ് ഇത്. ഇപ്പോൾ 2 ബോഡി പ്രോബ്ലം നമ്മൾ സൺ എർത്ത് സിസ്റ്റം, അങ്ങനെ ഓരോരോ കേസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കൺസെപ്റ്റിലെല്ലാം നമ്മൾ 2 ബോഡി പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2 ബോഡി പ്രോബ്ലത്തിനെ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ 1 ബോഡി. അതെങ്ങനെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Let us consider a system consisting of 2 bodies masses m1 and m2 having position vectors r1 and r2 with respect to the origin. അതാണ് നമ്മൾ ആദ്യം ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കണം. എക്സ്, വൈ, ഇസഡ്. ഓക്കെ. ദെൻ മാസ് m1, ഇതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് r1 ഫ്രം ദി ഒറിജിൻ O. അതേപോലെ തന്നെ മാസ് m2, അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് r2. ഇനി ഇതിൽ ലെറ്റ് ദിസ് ബി ദ സെൻറ്റർ ഓഫ് മാസ്. അതായത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഫോർ എവറി സിസ്റ്റം ദെയർ ഈസ് എ പർട്ടിക്കുലർ പോയിന്റ് വെയർ ദ ഹോൾ മാസ് ഓഫ് ദി സിസ്റ്റം ഈസ് കൺസിഡേർഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഈ m1 m2 എന്ന് പറയുന്ന 2 മാസമുള്ള ഒരു ബോഡിയുടെ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് കൺസിഡർ ചെയ്യുകയും അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് r ഈസ് ഈക്വൽ ടു r2 മൈനസ് r1 എന്ന് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആണ്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഡയറക്ഷൻസ് ഇൻ വിച്ച് എ പാർട്ടിക്കിൾ ക്യാൻ മൂവ് ഫ്രീലി. ഇപ്പം ഈ സിസ്റ്റത്തിന് 6 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ വേണമെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ കംപ്ലീറ്റ്ലി ദ പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ്. അതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇപ്പോൾ നമ്മളിപ്പോൾ 2 പാർട്ടിക്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും 3 സ്പേസ് കോർഡിനേറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം 3, 2, 6. ഓക്കെ. അങ്ങനെ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു പാർട്ടിക്കിളിൻ്റെ എക്സ്, വൈ, ഇസഡ് ആണ് കോർഡിനേറ്റ്സ്. അതേപോലെ സെക്കൻഡ് പാർട്ടിക്കിൾ x1, y1, z1. അങ്ങനെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് r ഈസ് ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 ഡിവൈഡ് ബൈ m1 m പ്ലസ് m2. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ r ഈസ് ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. എന്നിട്ട് നമ്മൾ പുട്ടിങ് r1 ഈസ് ഈക്വൽ ടു r2 മൈനസ് r. നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ദ പൊസിഷൻ വെക്ടർ r ഈസ് ഈക്വൽ ടു r2 മൈനസ് r1. അങ്ങനെയാണെങ്കിൽ r1 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് r2 മൈനസ് r. എന്നിട്ട് ആ വാല്യൂ ഈ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ വി ഹാവ് ടു കൺവേർട്ട് r1 ആൻഡ് r2 ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ R ആൻഡ് സ്മോൾ r. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ആൻഡ് r ഈസ് എ പൊസിഷൻ വെക്ടർ ഓഫ് സെക്കൻഡ് മാസ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ്. അപ്പം ആ 2 ഇക്വേഷൻസ് നമ്മൾക്ക് കിട്ടും. r2 ഈസ് ഈക്വൽ ടു വെക്ടർ r പ്ലസ് m1 r ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ആൻഡ് r1 ഈസ് ഈക്വൽ ടു വെക്ടർ r മൈനസ് m2 r ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ. ഇനി നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് r1 ഡോട്ട് എടുക്കും, r2 ഡോട്ട്. r1 ഡോട്ട് എന്ന് പറഞ്ഞാൽ dr1 ബൈ dt ദാറ്റ് ഈസ് ഈക്വൽ ടു r ഡോട്ട്. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. വെക്ടർ r ഡോട്ട് മൈനസ് m2 r ഡോട്ട് ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അതേപോലെ തന്നെ
dr2 by dt is equal to r2 dot is equal to r dot plus m1 r dot divided by m1 plus m2. നമ്മൾ ലഗ്രാഞ്ചിയൻ എഴുതും. ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി, ടോട്ടൽ എനർജി അല്ല, കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ലഗ്രാഞ്ചിയൻ. ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം ഇസ് ഗിവൺ ബൈ L is equal to T minus V. L is equal to half m1 r1 dot square plus half m2 r2 dot square minus V of r. എന്നിട്ട് നമ്മൾ ഈ r1 ഡോട്ടിൻ്റെയും r2 ഡോട്ടിൻ്റെയും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് L is equal to half m1 plus m2 into r dot square plus half into m1 m2 divided by m1 plus m2 into r dot square minus V of r. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ r1 ഡോട്ടിൻ്റെ വാല്യൂ r ഡോട്ട് മൈനസ് m2 r ഡോട്ട് ഡിവൈഡ് ബൈ m1 പ്ലസ് m2, r2 ഡോട്ട് ഇസ് ഈക്വൽ ടു r പ്ലസ് m1 r ഡോട്ട് ഡിവൈഡ് ബൈ m1 പ്ലസ് m2, r1 ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതേ സ്ക്വയർ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. r ഡോട്ട് സ്ക്വയർ പ്ലസ് m2 r ഡോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ മൈനസ് m2 m1 r ഡോട്ട് സ്മോൾ r ഡോട്ട് പ്ലസ് ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അങ്ങനെ രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേമും അങ്ങ് ക്യാൻസലായിപ്പോവും. ഈ ടേമും ക്യാൻസലായിപ്പോവും. പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 r ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m1 m2 കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു m2 ഉണ്ട്, ഇവിടെ ഒരു m1 ഉണ്ട്. m2 പ്ലസ് m1 r ഡോട്ട് സ്ക്വയർ. ഇത് m1 പ്ലസ് m2 ഒരു m1 പ്ലസ് m2 ക്യാൻസലായി പോകും. പിന്നെ നമ്മൾക്ക് എക്സ്പ്രഷൻ വരുന്നത് ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു r ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 r ഡോട്ട് സ്ക്വയർ മൈനസ് V of r. ഓക്കെ, നൗ കമ്മിങ് ബാക്ക്. അപ്പം ഇവിടെ ഈ രണ്ട് ടേംസാണ് ഇവിടെ ഉള്ളത്. ഇത് ഒരു m1 m പ്ലസ് m2 ഇൻറ്റു r ഡോട്ട് സ്ക്വയർ സെൻറ്റർ ഓഫ് മാസിൻ്റേത് പ്ലസ് r ഡോട്ട് the opposite vector of second mass particle with respect to the first potential energy. പക്ഷേ ലീനിയർ മൊമെൻ്റ് കറസ്പോണ്ടിങ് ടു r is a constant. അങ്ങനെ ആകുമ്പോൾ r എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സൈക്ലിക് കോർഡിനേറ്റ് ആണെങ്കിൽ r dot the velocity of the center of mass is constant, either it's at rest or moving with a uniform velocity. അങ്ങനെയാണെങ്കിൽ ലഗ്രാഞ്ചിയസ് ഇക്വേഷനിൽ ഈ സൈക്ലിക് കോർഡിനേറ്റിൻ്റെ ടേം അങ്ങ് നമ്മൾക്ക് ഒഴിവാക്കാം. പിന്നെ ഇക്വേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഹാഫ് L is equal to half m1 m2 divided by m1 plus m2 into r dot square minus V of r. ഈ m1 m2 divided by m1 plus m2നെ നമുക്ക് റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് മാറ്റാം. ഹാഫ് മ്യൂ r ഡോട്ട് സ്ക്വയർ മൈനസ് V of r. ഈ ഇക്വേഷൻ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാവും. ലഗ്രാഞ്ചിയൻ is equal to T minus V. T is the kinetic energy and V the potential energy. The kinetic energy of a single body of mass mu ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, അതായത് നമ്മൾ രണ്ട് മാസ് പാർട്ടിക്കിളിൻ്റെ കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ വൺ ബോഡി അവരുടെ ലഗ്രാഞ്ചിനായിട്ട് റെഡ്യൂസ് ചെയ്ത് കിട്ടി വിത്ത് റെഡ്യൂസ്ഡ് മാസ് മ്യൂ, വെയർ മ്യൂ ഈസ് ഈക്വൽ ടു m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഡബിൾ മാസ് പാർട്ടിക്കിളിൻ്റെ സിസ്റ്റത്തിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു എ സിംഗിൾ ബോഡി പ്രോബ്ലം ബൈ കൺസിഡറിങ് ദെയർ മാസ് ആസ് റെഡ്യൂസ്ഡ് മാസ്, വെയർ മ്യൂ ഈസ് ഈക്വൽ ടു m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് ഇക്വേഷൻ വൺ ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത്. ദ ഇക്വേഷൻ ഈസ് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് എ പാർട്ടിക്കിൾ വിത്ത് മാസ് മ്യൂ മൂവിങ് അറ്റ് എ വെക്റ്റർ ഡിസ്റ്റൻസ് r ഫ്രം സെൻറ്റർ O when which exerts a central force. Thus a two body problem is reduced to an equivalent one body problem.